ഇടുക്കി ജില്ലയിൽ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിനടുത്തുള്ള മാട്ടുപ്പെട്ടി അണക്കെട്ടാണിത്. ഇവിടെയും വിനോദസഞ്ചാരികൾ ധാരാളം പേർ എത്താറുണ്ട്. മാട്ടുപ്പെട്ടി അണക്കെട്ടിന് താഴെ KCBയുടെ ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. 2 മെഗാവാട്ടാണ് പദ്ധതിയുടെ സ്ഥാപിത ശേഷി. അണക്കെട്ടിന് ചുവട്ടിലായാണ് ഈ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രളയകാലത്ത് മുടങ്ങിപ്പോയ പദ്ധതി KCB ജീവനക്കാരുടെ ശ്രമഫലമായി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുകയും വൈദ്യുതോൽപാദനം ആരംഭിക്കുകയും ചെയ്തു. രണ്ട് മെഗാവാട്ടിന്റെ ഒരു ജനറേറ്ററാണ് ഇവിടെ വൈദ്യുതോൽപാദനത്തിനായി സ്ഥാപിച്ചിരിക്കുന്നത്. കഴിയുന്ന സ്ഥലത്തു നിന്നെല്ലാം ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന KCBയുടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള വലിയ ലക്ഷ്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് മാട്ടുപ്പെട്ടി ചെറുകിട ജലവൈദ്യുത പദ്ധതി. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ പ്രധാനപ്പെട്ട ഒരു ജലസംഭരണിയാണ് ഷോളയാർ ഡാം. തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഡാം നിരവധി പ്രത്യേകതകളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറെ കരുതലോടെയാണ് ഇതിന്റെ പരിപാലനം നിർവഹിക്കുന്നത്. ഡാമിലെ നിരീക്ഷണ സംവിധാനം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി KCB ഒരു നിരീക്ഷണ ബോട്ട് ഏർപ്പെടുത്തി. ഡാമിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും കടന്നു ചെല്ലുവാനും അവിടുത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് നേരിട്ട് മനസ്സിലാക്കുവാനും ഉപകരിക്കുന്ന തരത്തിലുള്ളതാണ് നിരീക്ഷണ ബോട്ട്. ഇതിനു പുറമെ ഡാമിനെ ചുറ്റി നാം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന വനസമ്പത്തിന്റെ പരിപാലനം ഉറപ്പുവരുത്തുവാനും ഈ നിരീക്ഷണ ബോട്ട് സഹായകമാകും. ഷോളയാർ ഡാമിന്റെ ചുറ്റിലുമുള്ള ഹരിതഭംഗി കാത്തുസൂക്ഷിക്കുന്നതിൽ
KECB എപ്പോഴും നിതാന്ത ജാഗ്രത പുലർത്താറുണ്ട്. ഇവിടത്തെ പച്ചപ്പിന്റെ കാരണം ഈ ജലസംഭരണിയും അതേ തുടർന്നുള്ള വെള്ളത്തിന്റെ ലഭ്യതയും ഒക്കെ തന്നെയാണ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടത്തെ നിരീക്ഷണത്തിനുള്ള ഈ ബോട്ടിംഗ് സംവിധാനം ഏറെ പ്രയോജനപ്രദമാണ്. അതിനു പുറമെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള സംവിധാനം കൂടിയാണിത്. ഡാമിന്റെ എല്ലാ വശങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനും നിരീക്ഷണ ബോട്ട് ഉപകരിക്കും. നിലവിലുള്ള ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകിയാണ് ബോട്ട് ഓടിക്കുന്നത്. അതായത് അതിനായി പ്രത്യേക ചെലവില്ല എന്നർത്ഥം. കാര്യക്ഷമതയോടെയുള്ള ഇത്തരം സംവിധാനം ഏറെ ഗുണകരമാകും എന്നത് തീർച്ച.